ഇന്ന് എന്താ മാറാലച്ചൂലൊക്കെ ആയിട്ട് നിൽക്കണ വിചാരിക്കണ്ടാവില്ലേ? നമ്മുടെ കിച്ചുട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോമ്പൊക്കെ തുടങ്ങിയിട്ടോ. മാല ഇടുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ മാല ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നല്ല വൃദ്ധത്തോടെ ചിട്ടയോടെ ചെയ്യണതാണ് കേട്ടോ. പക്ഷെ ഏട്ടനും സതിയേട്ടനൊക്കെ കുറേ വർഷങ്ങളായി പോകാൻ തുടങ്ങിയിട്ട്. അപ്പം അവർ ഗുരുസ്വാമിയുടെ അപ്പോൾ കുറേ വർഷങ്ങളായിട്ടോ അവർ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസം നോമ്പൊന്നുമില്ല അവർക്ക്, പക്ഷെ കുട്ടികൾക്ക് വേണ്ടേ. അപ്പം അവർ കുളിച്ച് കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ചെയ്യണത് തന്നെയാണ്. നമ്മളെല്ലാവരും വീട് വൃത്തിയാക്കൊക്കെ ചെയ്യില്ലേ, പക്ഷെ ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എങ്ങനെ പറയുക, പണിപ്പെട്ട് നമ്മളെല്ലാവരുടെയും വൃത്തിയാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു എന്താ പറ ഞാൻ പറയുന്നത് എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാൻ കിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുന്ന ഒരു വേണ്ടി. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്നറിയോ? മാറാല തട്ടലാണ്. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ദിവസം തട്ടിയില്ലെങ്കിൽ പിറ്റത്തെ ദിവസം ആവുമ്പോഴേക്കും ഒട്ടുവരെ ചെയ്യുമ്പോൾ നിറയെ മാറാല വന്ന് കൂടുട്ടോ. മാറാലി അട്ടക്കരി ഉണ്ടാവും. നമ്മളിന്ന് വീട് അടിച്ച് വൃത്തിയാക്കുക കേട്ടോ. എല്ലാ ദിവസവും വൃത്തിയാക്കലുണ്ട്, പക്ഷെ മലക്കൊക്കെ മാല ഇടുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ വൃത്തിയാക്കണ്ടേ. ഇപ്പൊ കിച്ചുട്ടനും ഏട്ടനും അതുപോലെ സതിയേട്ടനും കുഞ്ഞനൊക്കെ ബുധനാഴ്ച മാല ഇടുകയാണ് കേട്ടോ. അതിന്റെ മുന്നോടിയായിട്ട് എല്ലാവരുടെയും വൃത്തിയാക്കലാണ് പണി. കുട്ടി മാല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല അട്ടക്കരി ഉണ്ടാവും കേട്ടോ. നമ്മള് പുറത്തടുപ്പിലാണ് അധികം വെക്കുക, എന്നാലും തന്നെ അട്ടക്കരിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. മാറാല തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ അലർജി ഉള്ളത് കൊണ്ട് ഈ മാറാലയുടെ അലർജി പെട്ടെന്ന് മേത്ത് തട്ടിയ ചൊറിച്ചിൽ വരും കേട്ടോ. എമാതിരി ചൊറിച്ചിലാവും അറിയാം. പിന്നെ ഈ അലർജിയുടെ മരുന്ന് കഴിക്കണം. അതുകൊണ്ട് അധികം ഇതിക്ക് നിൽക്കാറേ ഇല്ല. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ് ഭയങ്കര. പിന്നെ ഞാനല്ലേ കുറച്ച് ഉയരമുള്ളൂ, സുകന്യ ഉയരം കമ്മിയല്ലേ, അവൾക്ക് ഈ തോട്ടി എത്തും വേണ്ടേ. മാറാല അയ്യോ എത്ര വേഗം പെയിന്റ് അടിച്ചതൊക്കെ പോണ് വെച്ചിട്ടാ. ഇവിടെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ വെള്ള നനവ് കാരണം കണ്ടോ, ഇതിപ്പോ പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ 6 മാസം കൂടി ആയിട്ടില്ല നമ്മുടെ ഇവിടെ. പക്ഷെ വെള്ള നനവ് ഉള്ളത് കൊണ്ട് വേഗം പോവാണ് കേട്ടോ. ആര് വെട്ടിയോ? ഉമ്മക്കുന്ന് തുണികൾ മടക്കിയൊക്കെ ഒരു അലമാര വാങ്ങുന്നുണ്ട്. കുട്ടികളുടെ ഒക്കെ എത്രയേ അതിരീതിയിലും കിടക്കുന്നത്. അപ്പോ മടക്കി വെച്ചിട്ട് അഴക്കയിലിട്ടിട്ട് മതിയായി. എത്ര തുണികളാ സുകന്യെ തിരുമ്പാന്. ഒക്കെപ്പാടടുത്ത് കുളത്തിക്കൊക്കെയാണ് പോയാലോ. കുളത്ത് പോയിട്ട് ഒരാള് തിരുമ്പുക, ഒരാള് തോരടുക. ഉണങ്ങില്ലേ, വേഗം ഉണങ്ങുമ്പോ അത് കൊണ്ടുവരും ചെയ്യാം. മറ്റേത് കടക്കത്തെ വിരിയും പുതപ്പും എല്ലാ തുണികളും മുക്കണ്ടേ. നല്ല സുഖാണ് അല്ലേ. അതിനെടുക്കടി സുകന്യ കുട്ടീനെ. അത് കരയുന്നുണ്ടോ? ഇന്ന് സത്യം പറയാച്ചല്ലേ നല്ല പണിയാണ് കേട്ടോ. മലയ്ക്ക് മാല തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പണികൾ കൂടുതലല്ലേ. പക്ഷെ ആ സമയത്തില്ലേ എന്നുമില്ലാത്തൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. സാമിശാരണം ഉണ്ടെങ്കിൽ അവിടെ നല്ല വൃത്തിയല്ലേ. നമുക്ക് ആകെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? തുണി തിരുമ്പേണ്ട കാര്യത്തിലാണ് കേട്ടോ. കടക്കത്തെ വിരിയും പുതപ്പും പിന്നെ നമ്മളുടെ കുട്ടികളുടെ തുണികളൊക്കെയെന്ന് വെച്ചാലും ഒക്കെ നമ്മൾ മുക്കി കുളിച്ചിട്ടാണ് മരയ്ക്ക് മാല ഇടുമ്പോൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ സ്വാമിമാര് നമ്മുടെ റൂമിക്കൊന്നും കയറില്ല കേട്ടോ. അവർ ഈ കോലായിൽ പുൽപ്പായ വിരിച്ചിട്ട് അതിൽ കിടക്കുകയാണ് ചെയ്യുക. ഇപ്പൊ പിന്നെ കുറേ ഇബിരൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി വെച്ചിട്ടാ.
കുറേ വർഷങ്ങളായി. അതിന്റെ മുമ്പ് തന്നെ സതിയേട്ടൻ കുറേ നേരത്തെ പോയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ചെറിയൊരു പോണുണ്ട്, കിച്ചുട്ടനും അതേപോലെ കുഞ്ഞും പോണെന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞുവിന്റെ കാര്യം എന്താന്നറിയില്ല. പോണം എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുളിച്ച് കഞ്ഞി കുടിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ കൂർക്കനേരക്കാണ് കേട്ടോ. ഒന്ന് ഉച്ചക്ക് മുളക് വറുത്ത പുളിയും കൂർക്കപ്പേരിയാണ്. അതാവുമ്പോ പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ മുളക് വറുത്ത പുളിയും കൂർക്കപ്പേരിയും. അപ്പോൾ എന്നാൽ അത് മതി പറഞ്ഞിട്ട് ചാറ് കറി വെക്കുമ്പോഴേ കുട്ടികൾക്കൊന്നും അധികം വേണ്ടേ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ആയിരുന്നു മോരുകൂട്ടാനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു മക്കൾക്ക്. ഇപ്പൊ എന്താണെന്നറിയില്ല, മോരുകൂട്ടാനോട് താല്പര്യമില്ല. ആകെ ഇഷ്ടപ്പോ ചീരക്കൂട്ടാന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മുരിങ്ങ ഇലക്കറികളോട് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ വെക്കണ്ട, മോരുകൂട്ടാൻ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗവെട്ടലാണ് ഇപ്പൊ. നിങ്ങളുടെ അവിടെയൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടോ? ഇങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ടോ? മലയ്ക്ക് മാലിടുന്ന സമയത്ത് നമുക്ക് എല്ലാവടെയും വൃത്തിയാക്കി. ഇനി എന്താ എൻ്റെ അച്ചമ്മ ഒക്കെ ഉള്ള സമയത്തേ ഈ ചാണകം കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ തുടയ്ക്കുന്ന സമയത്തൊക്കെ ഒരു തുള്ളി ചാണകം ഇതിലിടും കേട്ടോ. എന്നിട്ടാണ് അവരുടെ വിശ്വാസമായിരിക്കും ചാണകം തേച്ച് കഴിഞ്ഞാൽ വെച്ചാൽ വൃത്തിയാവുന്നില്ലമ്മ, ശുദ്ധിയാവുന്നില്ലേ. ഇപ്പൊ ചെയ്യുമ്പോ നമ്മളൊക്കെ ചെയ്യാറേ ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ കട്ടിലില്ലേ, കട്ടിലൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇട്ട് ഉരച്ച് കഴുകും. എന്നിട്ട് അത് ഉള്ളിൽ കൊണ്ടുവന്ന് ഇടുള്ളൂ. എന്താ എൻ്റെ അച്ഛനൊക്കെ നിലത്ത് കിടന്നിരുന്നില്ല കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ കട്ടിൽ തന്നെ കിടന്നിരുന്നു. അപ്പോൾ ആ കട്ടിലിൽ നമുക്ക് പറ്റാതെ ചെയ്യാലൊക്കെ നമ്മൾ തൊടും ഇതാവുമൊക്കെ ചെയ്യണല്ലേ പറഞ്ഞിട്ട് നമ്മളിവിടെ പുറത്ത് കിടക്കും, റൂമിലൊന്നും കിടക്കാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ ഇങ്ങനെ നമുക്ക് പറ്റാതെ കഴിഞ്ഞാൽ പുറത്തിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം തൊട്ടടുത്ത അമ്പലമല്ലേ. പിന്നെ ഏട്ടൻ്റെയും ഏട്ടന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ സംഭവം ഒക്കെ നിർത്തി. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാകുമ്പോൾ ഇതൊന്നും നടക്കില്ല. ഗായത്രി മന്ത്രം ഇതാദ്യം കുറേ ചൊല്ലിയിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ചൊല്ലാറില്ല. എന്താ വെച്ചാൽ ഒരു മരണവും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും അടുത്ത മരണം, അപ്പോൾ അത് ചൊല്ലാനൊരു മൂഡില്ല. ഇത് നമ്മള് അന്ന് അമ്പലത്തേക്ക് പോയില്ലേ, ശ്രീരാമന്റെ അമ്പലത്തിൽ പോയില്ലേ, ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഉണ്ടിയ പാത്രമാണ് കേട്ടോ. ഇത് നിറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഈ കുറച്ചും കൂടി ആവണം, ഒരു പിടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടിടും. ഒരു കലാപരിപാടികളാണ് കേട്ടോ. അവള് കണ്ടോ റോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, റോസ്. എന്നിട്ട് അതിൽ അവളുടെ മുത്തുമാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മാല ചെറുപ്പത്തില് അധികം ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? കാരണം നമ്മുടെ ഇവിടെയൊക്കെ, ഇവിടെ ഇല്ല, പൂരപ്പറമ്പിലൊക്കെ കിട്ടിയിരുന്നതാണ് കേട്ടോ. അത് മെറ്റൽ വെച്ചിട്ടുള്ള മാലയാണ്. കണ്ടോ എന്ത് രസാന്നറിയോ. ഇത് ഈർമ്പയും കൊണ്ട് കോർത്തതാണ്. ഇത് കുറേ നിൽക്കും. പിന്നെ ഇതാ അമ്മുട്ടി ഇങ്ങനത്തെ മുത്തുമാല ഇടില്ല കേട്ടോ. അവള് ഇങ്ങനത്തെ മാല ഇടുള്ളൂ. അപ്പൊ അമ്മുവിന്റെ മാല അങ്ങനെ. ഇവരുടെ ഓരോ സാധനങ്ങൾ. പിന്നെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളും ഒന്നും അവര് വാങ്ങില്ല. അവർക്ക് അധികം ഒരുപാട് മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ വളയും മാലയൊന്നും ഒരുപാട് വാങ്ങിക്കുന്നത് ഇഷ്ടേ അല്ല. എന്തെങ്ങനെ ഇതാ ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ കൂടി മാല ഇടാണ്ട് മാല ഊരി വെച്ചിട്ട് പോവും. അങ്ങനെയാണ് കേട്ടോ. ഒരു തോന്നല് തോന്നിയാലേ അമ്മു എല്ലാം ഇടുള്ളൂ. കയ്യില് വളയട്ടെ മാലയവട്ടെ ഒക്കെ. അച്ചുട്ടി അങ്ങനെ തന്നെയാണ്. പക്ഷെ അച്ചുട്ടിക്ക് വാണെന്നുണ്ട്. അച്ചുട്ടിക്ക് അതന്നെ പറയട്ടെ, അച്ചുട്ടിക്ക് വാണെന്നുണ്ട് എല്ലാതും വാണം. പക്ഷെ വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ദിവസം 2 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂതി മാറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട, പിന്നെ ഒന്നും ഇല്ലാണ്ട്, ഒരു പൊട്ടുകൂടി ഇല്ലാണ്ടല്ലേ സുകന്യ നടക്കുക. നീ എന്താ ചായ കുടിക്കേ? ഞാനിവിടെ കഷ്ടപ്പെടുക, നീ ഇവിടെ ചായ കുടിക്കല്ലേ? കുട്ടികളുണ്ടെങ്കിൽ വീടിന്റെ കോലം കണ്ടോ. കടല, ഞാൻ എപ്പോഴും പറയില്ലേ നിലക്കടല ഉണ്ടാവുന്നത്, നിലക്കടല തിന്നതിന്റെ അംഗാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ ഒരു 5-6 പ്രാവശ്യം ഒരു ദിവസം അടിച്ചിട്ടും കടയിൽ പോയിട്ട് പുളി വാങ്ങിട്ട് വന്നതാണ്. അപ്പൊ നിലക്കടലയും വാങ്ങിട്ട് വന്നതാ. കുഞ്ഞു അംഗനവാടിന്ന് ചോറുണ്ടോ? അംഗനവാടിന്ന് കഞ്ഞി കുടിച്ചിട്ടാ വന്ന്. ഇവൻ രാവിലെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അംഗനവാടി ആയതും കൊണ്ടേ
രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ അവൻ അംഗനവാടി പോട്ടോ, എന്നിട്ട് അംഗനവാടിയിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ടേ വരുള്ളൂ. ടീച്ചറിന്റെ കഞ്ഞി കുടിച്ചാലേ കുഞ്ഞിന് വയറ് നിറയൂല കുഞ്ഞാ. വീട്ടിലത്തെ എന്താ പറ്റില്ലേന്ന് മകനോട് ചോദിച്ചു നോക്ക് സുകന്യെ. പൊന്നോ, ഒരു പണിക്ക് 2 പണിയാക്കി തന്നില്ലേപ്പോ? അത് പുളി. ആ പുളിയാണ് കളിക്കാനുള്ളത്. മംഗളം മനോരമയും വായിക്കുന്നത് എന്തിനാന്നറിയോ? സത്യം പറയാച്ച അതിൽ നല്ല നല്ല നോവലുകൾ ഉണ്ടാവും, ചെറുകഥകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അതൊന്നും വായിക്കാത്തത് കൊണ്ടാണ്. അന്നൊക്കെ അല്ലേ വായിക്കണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് വായിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഉഷാറായിരിക്കും. ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഉഷാറല്ലേ. അപ്പൊ അതുപോലെ അമ്മക്ക് പോവാ. എന്റെ കുഞ്ഞനില്ലേ ആ ഇത് വന്ന മുതൽ ടൈറ്റാനിക്കിന്റെ വന്നു പറഞ്ഞപ്പോ മുതൽ കുഞ്ഞിന് പോണം പറഞ്ഞിട്ട് ഭയങ്കര താല്പര്യം. നമുക്ക് പോവാട്ടോ. വലിയ എന്റെ മോഡൽ ഇഷ്ടായോ? ഇതൊക്കെ നമ്മുടെ അനിയേട്ടന്റെ കലാവിരുതുകളാണ് കേട്ടോ. പിന്നെ അനിയേട്ടൻ കൊത്തുപണിയൊക്കെ ചെയ്യും. ഇതാ കണ്ടോ, നല്ല രസല്ലേ ജനല്. എനിക്കിഷ്ടാട്ടോ. അതേപോലെ നമ്മുടെ പണി എടുക്കാൻ തുടങ്ങിയ സമയത്ത്, കൊത്തുപണി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചെയ്തിരുന്നതാണ് നമ്മുടെ റൂമത്തെ കട്ടില്. കണ്ടില്ലേ കൊത്തുപണി ചെയ്തിരിക്കുന്നത്? അത് അനിയേട്ടൻ കൊത്തുപണി ചെയ്താണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കട്ടിലൊക്കെ ഏട്ടുണ്ടാക്കിയതാട്ടോ. ഇതാണ്ടോ നമ്മുടെ വാതില് പോളിഷൊക്കെ ചെയ്യണം കേട്ടോ. പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും. കണ്ട നമ്മുടെ വാതില്. ഇത് 2ാമത്തെ അനിയന്റെ കല്യാണ സമയത്ത് ചെയ്തതാണ് കേട്ടോ. ഈ ഭാഗം മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സതിയേട്ടന്റെ കല്യാണം ആയപ്പോ നമ്മുടെ ജനലിന്റെയോട് ചേർന്നിട്ടുള്ള കൊത്തുപണി വേണം പറഞ്ഞിട്ട് കണ്ടില്ലേ ഏട്ടൻ. പിന്നെ അതും വേണ്ടി പറയാ, ഏട്ടൻ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. ഏത് പണി എടുക്കുക വെച്ചാലും വേഗം ചെയ്യൂട്ടോ. അനിയന്റെ കൂടെയൊക്കെ തേപ്പിന് പോവും പറഞ്ഞില്ലേ, പണിയില്ലാത്ത സമയത്ത് തേപ്പിന് പോകും. അതുകൊണ്ട് നമ്മുടെ പുതിയ വീടിന്റെ ബാത്റൂം തേച്ചത് ഞാനും അനിയേട്ടനും അതേപോലെ അമ്മൂട്ടിയാണ് കേട്ടോ. ഞാൻ മട്ടിയൊക്കെ കൂട്ടി കൊടുക്കും. അപ്പൊ ഏട്ടനും അമ്മു ഞാൻ ഇവിടെ എന്തെങ്കിലും വരിക വെച്ചാൽ അമ്മൂട്ടി മട്ടി ഇട്ട് കൊടുക്കാനൊക്കെ നിൽക്കും. അവൾക്ക് കുറച്ചതായതല്ലേ, എല്ലാറ്റിനും അവളും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തേപ്പിന്റെ കാര്യമാണോ വെച്ചാലും ഒക്കെ വേഗം ഓരോ പണികൾ പഠിക്കും. ഇത് പിന്നെ നമ്മുടെ ജനല് കണ്ടില്ലേ? ഈ ജനലിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ട് സൂര്യക്ക് തേച്ച് വന്നിട്ട് ഒറ്റ അടി അടിച്ചതാട്ടോ. അടിച്ചതില് അവളുടെ കയ്യും മുറിഞ്ഞു, ഗ്ലാസും പൊട്ടി. ഇങ്ങനെ തന്നെ ഈ ഗ്ലാസ് നമ്മൾ എടുത്തിട്ട് വരയ്ക്കണം തോന്നുന്നുണ്ട്. അപ്പൊ ഇത് കൊടുത്തിട്ടില്ല, ഇനി ഇത് കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. കോഴിയേ എന്നാ കിട്ടൂട്ടോ കോഴിയേ. ചാത്തപ്പാ ഞങ്ങളൊക്കെ ഓരോ പണിയിലായപ്പോഴേ അവൻ ഇവിടെ കളിക്കണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവുന്ന വിചാരിച്ചിട്ടോ, ആരും ഇല്ലാണ്ടേ അവ അവിടെ നിന്ന് കറങ്ങിയ. അപ്പൊ അച്ചുട്ടി അടുത്തുണ്ടാവും വിചാരിച്ചു, അച്ചുട്ടി ഇല്ല. പാവന്റെ കുട്ടിക്ക് സങ്കടം വന്നേ, ആരും ഇല്ലാണ്ടേ ഇല്ലേ. ഇതാണ് അവസ്ഥ. കുട്ടീനെ നോക്കേണ്ട സമയത്ത് ഇത് കണ്ടോ ഞങ്ങക്ക് സങ്കടം വരുന്നു. കണ്ടോ പൊന്നൂസിനെ നോക്കാൻ വയ്യ. ഞാൻ ഏതിനെങ്കിലൊക്കെ പോവൂട്ടോ, പിന്നെ ഇന്നെ തെരഞ്ഞു വരേണ്ടി വരും. പറഞ്ഞില്ലേ വേണില്ല. ഇപ്പോഴൊക്കെ പൊന്നോ അമ്മ അവനെ ഒറ്റയ്ക്ക് അപ്പുറത്ത് പോയിട്ട് കുട്ടീനെ നോക്കിക്കോ. ഈ പണി പിന്നെയും ചെയ്യാ കുട്ടികൾ വലുതായിട്ട്. ഇല്ല പറഞ്ഞ സ്കൂൾ ബസ് അതാ സത്തങ്കാവ് സ്കൂൾ ബസ് വന്നല്ലോ. നമ്മുടെ പുതിയ ഏട്ടൻ എന്തൊക്കെയാ ചെയ്യാത്ത? ഏട്ടൻ വെൽഡിങ് ചെയ്യും, മരപ്പണി ചെയ്യും, ഇന്റീരിയർ വർക്ക് ചെയ്യും, തേപ്പ് പണി ചെയ്യും. പിന്നെന്താ അടിപൊളിയായിട്ട് തുണി അടിക്കും.
എന്താ ഒരു പണി അല്ലെങ്കിൽ ഒരു പണി എപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുപ്പിക്കായിരുന്നു. തയ്യൽ മെഷീൻ വാങ്ങണടി. തയ്യൽ മെഷീൻ വാങ്ങിയിട്ട് നീയും തന്നില്ലേ? ഞാനും തുന്നൂട്ടോ. ഉടുപ്പൊക്കെ ഞാനും അടിക്കും. അപ്പൊ നമുക്ക് ഇനി ഇല്ലേ അടുത്ത ലക്ഷ്യം നമ്മുടെ തയ്യൽ മെഷീനാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങണം വിചാരിച്ചാണ്, നടന്നില്ല. ഇപ്രാവശ്യമെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നാട്ടില് ഇവിടെയൊക്കെ കുറേ വെണ്ണൂറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അടുത്ത വീട്ടുകാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവരുടെ എന്താ തെങ്ങിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ചാണകം തളിക്കണം. അപ്പോൾ അത് കണ്ടില്ലേ, മണ്ണൊക്കെ പൊതുക്കി ഇട്ടൊക്കെ കേട്ടോ. ഒന്ന് നനവ് ഉണങ്ങി കഴിഞ്ഞാലാണ് ചാണകം തളിച്ച വൃത്തി ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്ന് അച്ചുട്ടിയുടെയും കിച്ചുട്ടൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ PTA മീറ്റിങ്ങിന് പോകണം. പിന്നെ വീഡിയോ എടുത്ത് നിൽക്കണില്ല കേട്ടോ, സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.